ഹായ് ഹേ ഗൈസ് വാട്ട്സപ്പ്. കാർത്തിക് സൂര്യൻ്റെ വ്ളോഗ് കണ്ടു. ഭയങ്കര ഇമോഷണലായിപ്പോയി. എനിക്ക് മനസ്സിലാവും ആ ഫീലിങ്സ് എത്രത്തോളം ഉണ്ടാവും. അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ ഫീലിങ്സ് അറിയുള്ളൂ. 2 വർഷം 2 years. പലരും പലതും പറയുന്നുണ്ട്. പറയുന്നവർക്ക് എന്തും പറയാം. കാരണം എനിക്ക് വേറെ പ്രേമം കിട്ടാത്തതാണോ, വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ, ഒതുപോയാൽ വേറൊന്ന് എന്നൊക്കെ അങ്ങനെ പറയാൻ എളുപ്പമാണ്. ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. പക്ഷെ എല്ലാവരും അങ്ങനത്തുള്ള ആവണമെന്നില്ലല്ലോ. ഒരാളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓല് കുറേ കാലം ഒപ്പം ഉണ്ടായിട്ട് ഒരു ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ വിഷമാവും, നല്ലോണം വിഷമാവും. അത് ചിലവർക്ക് ഒന്ന് പോയാൽ ഒന്ന് ആ ടൈപ്പ് ഉണ്ടാവും. പക്ഷെ ലൈഫിൻ്റെ ഒരു ബെറ്റർ ഹാഫ് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഇല്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ നല്ലോണം വിഷമാവും. അപ്പോൾ 4 മാസമായിട്ടുള്ളൂ, 4 മാസമായി തോന്നുന്നു. ഈ സംഗതിയൊക്കെ നടന്നിട്ട് ഇപ്പോഴും റീക്കവർ ആയിട്ടില്ല. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ കാർത്തിക് സൂര്യ നോർമലാവും. ഈ സംഗതികളൊക്കെ മനസ്സിൽ നിന്ന് പോയി ആളൊന്ന് ബാക്ക് ടു നോർമലാവും. അതങ്ങനെയാണ് അതിൻ്റെ കഥകൾ. 6 മാസം എടുക്കും. അങ്ങനെ 6 ഒരു 8 മാസം എന്തായാലും എടുക്കും. ആദ്യമൊന്ന് ആ ട്രാജഡിയിൽ നിന്ന് നമ്മളെ മനസ്സ് മാറി നമ്മളൊന്ന് മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട്. അത് അങ്ങനെയാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ ബൈ പറഞ്ഞ് പോരുന്നത് നല്ലത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു സഹോദരന്മാരെ, പ്രേമിക്കുണ്ടെങ്കിൽ ചങ്ങായിമാരെ, 2 പേരുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ദീക്കടെ ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഈ വൈക്ക് വരണ്ട. നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ദീക്കട് പണ്ടാറടക്കിയാൽ മതി. അല്ലെങ്കിൽ ദീക്ക് ഇറങ്ങാൻ നിൽക്കണ്ട. വെറുതെ ബാക്കിയുള്ളവരും വിഷമിക്കാനായിട്ട്. എല്ലാവരും ഒരേമാതിരി ആവണമെന്നില്ല. ഒന്ന് പോയാൽ ഒന്ന് കിട്ടുന്നില്ല, മൈൻഡ് സെറ്റിലില്ല ആൾക്കാരാവണമെന്നില്ല എല്ലാവരും. ഈ ബ്രേക്കപ്പ് അത് വലിയൊരു സംഭവമാണ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കി കണ്ടിട്ടും പ്രേമിച്ചാൻ ഇറങ്ങി ചങ്ങന്മാരെ. ഇഷ്ടമാണ് പറയാനും എളുപ്പമാണ്, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് പാട്. അനുഭവം കുരു. ശരിയടേ, വേറെ ഒന്നും പറയാനില്ല.